അല്ല മൊയ്തീൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലോ പെട്ടെന്ന് തന്നെ നിക്കണ എത്ര വെച്ചാ പൂച്ച ഇങ്ങനെ കാത്തിക്കുക. വെള്ളം അതെ 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 പെട്ടെന്ന് കട്ട് ചെയ്ത് തിന്നാന്നാ തോന്നുന്നത്. ഇപ്പൊ ചക്ക മാങ്ങയല്ല വലിപ്പുണ്ട്, ചക്ക പൊളിച്ചമായിരിക്കുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മൊയ്തീൻ പടിഞ്ഞാറേ വളപ്പിൽ. നമ്മളിപ്പോൾ നമ്മൾ മുൻപ് കാണിച്ചിരുന്ന് ഒരു വലിയ മാങ്ങ, ഏകദേശം ഒരു 4 കിലോ വരെ ഉണ്ടാവും. 4 kg മാങ്ങ പേര്, പക്ഷേ 4 കിലോനൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങ, തേങ്ങയുടെ വലിപ്പമുള്ള മാങ്ങ, അതേമാതിരി പിന്നെ വല്യപ്പാൻ്റെ മാങ്ങ എന്നൊക്കെ പറഞ്ഞിരുന്നതിന്. അങ്ങനെ ഒരു മാവിൻ്റെ വീഡിയോ എടുത്തിരുന്നു. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ തേങ്ങയേക്കാൾ വലിപ്പമുള്ള മാങ്ങ, അതേമാതിരി ജാബി പറഞ്ഞ മാതിരി വല്യപ്പാൻ്റെ മാങ്ങ എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ മാങ്ങ ഇപ്പം ഇന്ന് പഴുത്തിട്ട് ഇത് ചാടി കിടക്കുന്നുണ്ട്. ഇതിൽ ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കെട്ടയച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞങ്ങളിവിടെ കെട്ടി ഇതടക്കം പോന്നിക്കണ്. നമുക്ക് 2.5 കിലോ ഇതിൽ ചാടിക്കണ്, ഇതിൽ ചാടി കിടക്കുകയാണേ. ഏകദേശം ഒരു 2.5-3 കിലോ വരെ തൂക്കം ഉണ്ടാവും എന്ന് വിചാരിക്കുക, പ്രതീക്ഷിക്കാം. കവറിൽ കറക്റ്റായിട്ട് കവറിൽ ഇതൊരു മാങ്ങയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ മാങ്ങ. വ്ളോഗ് കാണുന്നതല്ല, നേരിട്ട് കാണുമ്പോഴുള്ള യഥാർത്ഥത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. ശരിക്കും ഞാൻ ഇത്രയും വലിപ്പമുള്ളൊരു മാങ്ങ ആദ്യമായിട്ട് കാണാൻ പറ്റില്ല. അതായത് നിങ്ങൾ പറയുന്നത് കറക്റ്റാണ് ഇപ്പൊ മനസ്സിലായി, ബോധ്യപ്പെട്ടപ്പോളേ. ഫറൂഖില. അതെ, ബാസിറ്റ്. അല്ല നമ്മൾ ലൈവായിട്ട് കാണല്ലേ, ഇതിലും വലുത് ഇല്ലല്ലേ, ഇത്രയും വലുത് കണ്ടിട്ടില്ല. നമ്മളെ എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ പറയും, ഞാൻ എൻ്റെ ജീവിതത്തില് പിന്നെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വലിയ മാങ്ങ ഉണ്ടാവും, പക്ഷെ ഈ മാങ്ങ ഒന്ന് പിടിച്ചു നോക്കി. അല്ല, ഈ മാങ്ങ ഇതില് വേറെ പല പേരിലും അറിയപ്പെടുന്ന മാങ്ങ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം മൽഗോവ 4 കിലോ വരെ 3 കിലോ വരെ തൂക്കമുള്ള മൽഗോവ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ജില്ലക്കാർക്ക്, അതായത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പറഞ്ഞ പേരായിരിക്കില്ല മലപ്പുറം ജില്ലയിൽ പറഞ്ഞ പേരിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങളിത് മരത്തുമെന്ന് മൂത്ത് പഴുത്ത് ഇപ്പോൾ നിങ്ങളെ മുമ്പ് നാളെ ഇപ്പോൾ എടുത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അത് തുലാസിൽ വെച്ചിട്ട് തൂക്കി നോക്കാം, എത്ര കിലോ ഉണ്ട് നമുക്ക് നോക്കാമല്ലോ. മാത്രമല്ല നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതന്നെ, ഞാൻ തുലാസിൽ എന്തായാലും സൈസുള്ള ഒരു മാങ്ങ. ഇത് നമ്മളൊന്ന് തുലാസിൽ വെച്ച് തൂക്കി നോക്കുകയാണ്. ഇതിപ്പോൾ ഓണാണ്, 0 നിൽക്കുന്നത് കാണില്ല. ഇനിയിപ്പോൾ കാണില്ല എന്നും പറയും ചിലവര്. അതാണ് ഞാൻ പറയുന്നതോ വെച്ചിട്ടാ. ഞാൻ കൈ എടുക്കട്ടെ. എത്ര ഉണ്ട്? 2,200 കാണുന്നുണ്ട്. 2,195. അത് 5 കൂടി ഉണ്ട്. 2,200. 2,193. അതെ അതെ അതെ, അതാണ് ഏറ്റവും വലിയ മാങ്ങ. ഈ തവണ തന്നെയാണ് ഏറ്റവും വലുത്. ഇനി ടൈം 1.25 ഉണ്ട്. ടൈം ഉണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം എന്താണ് അവസ്ഥ നോക്കാം. അതാണ് കട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഇവര് നമ്മുടെ സുഹൃത്ത് തന്നെയാണ്, കോഴിക്കോട് നിന്ന് വന്നതാണ്, ഫറൂഖിലാണ് വീട്. പിന്നെ അപ്പോൾ അവർ തൈ എടുക്കാൻ വേണ്ടി വന്നതിനാണ്, ബാക്കി അവർ പറയും. അല്ല മൊയ്തീൻക്ക് നമ്മളിങ്ങനെ യൂട്യൂബിൽ കണ്ടുള്ള പരിചയമാണ്. അപ്പം ഇവിടെ ഇങ്ങനെ വീട്ടിലാണ് ഒരു ഫാം, വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കാന്നുണ്ടപ്പോൾ നമ്മൾ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ആംബിയൻസ് മനസ്സിലാകുന്നത്. അടിപൊളി. വേറെ ഒന്നും പറയാനില്ല, ഇപ്പം നേരിട്ട് കാണുമല്ലേ. നമ്മൾ സാധാരണ ഇതിൽ എല്ലാവരും ഓരോന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാമെന്നില്ല, നമ്മൾ ലൈവായിട്ട് ഇതിൻ്റെ ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വിശ്വാസ്യത വരുമല്ലേ, അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങകളും തേങ്ങകളും എല്ലാം മറ്റുള്ള ഫ്രൂട്ട്സുകളും 400ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. അത് നമ്മളെ വീട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വേറെ അടുത്ത് നിന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ വേറൊരു ഫാമിൽ പോയി എടുക്കുക ഒന്നുമല്ല. ഇവിടെ ഉള്ളത് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് പ്രേക്ഷകർക്ക്. അപ്പോൾ അത് കട്ട് ചെയ്യാം. നമുക്ക് ഇതിങ്ങനെ പിടിച്ചൊന്നും കട്ട് ചെയ്യാൻ വയ്യ, നെട്ടി വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യേണ്ടി വരും. എല്ലാം പഴുത്തിക്കണം കേട്ടോ, മാഷാ അല്ലാഹ്. അതിൻ്റെ കളർ ഇതാണ് ഇതിൻ്റെ കളർ. ഇതാണ് തേങ്ങ മാങ്ങ, വല്യപ്പാൻ്റെ മാങ്ങ. ഓ, ഇതങ്ങനെ കിട്ടും. ചക്കയാണ്, മാങ്ങയല്ല, വലിപ്പുണ്ട്. ചക്ക പൊളിച്ചമായിരിക്കുന്നുണ്ട്. എന്താ ഒന്നെടുത്തിട്ട് നിങ്ങളൊന്ന് കഴിച്ചാണ്, ഉദ്ഘാടനം കഴിച്ചോളി. ബിസ്മില്ല, ഒന്ന് കഴിച്ചു നോക്കി. എന്താ കഴിക്കി? ഇല്ലല്ല, ഇതാ കഴിക്കി. അടിപൊളിയാ. ഓക്കെ,
അടിപൊളി അടിപൊളി. ഇതിൽ ഏറ്റവും നല്ല എന്താ പറയാ, അത് ഇത് കഴിക്കാനും ടേസ്റ്റ് ആണ്. ഇതിൽ ഏറ്റവും നന്നായി ജ്യൂസ് അടിച്ചാണ്ടല്ലോ, ജ്യൂസ് പൊളിക്കും. ഒരു ഷോപ്പിലേക്ക് ഒരു മാങ്ങ കിട്ടിയാല് അത്യാവശ്യം ജ്യൂസ് കടയ്ക്ക്. പിന്നെ അതിലെ പ്രത്യേകത ഇപ്പൊ ഞാൻ കണ്ടത്, ഏതൊരു വലിയ മാങ്ങയാണെങ്കിലും പെട്ടെന്ന് പുഴു വരലുണ്ട്. ഇതിൽ ആ ഒരു സംഭവം അതിൽ കാണുന്നില്ല. തൊലി കന അത്യാവശ്യം കനുണ്ട്. തൊലി അടക്കം ഒന്ന് കഴിക്കും. തൊലി ഉണ്ട്, തൊലി അടക്കം ഒന്ന് കഴിക്കും. സൂപ്പറാണ്. തൊലി അടക്കം കഴിക്കാൻ നല്ലതാണ്. വീട്ടിലേക്ക് എന്താ അവസ്ഥ? ഒന്നും പറയാല്ല, അടിപൊളി. എനിക്കിതിലേറെ ഇഷ്ടപ്പെട്ടത് എന്താ അറിയോ, ഒന്നാമത് ഇതിൽ ഞാൻ പുഴുവിന്റെ ഒരു ശല്യം വരണേ ഇല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായത്. ഇനി നമുക്ക് ബനാന മാങ്ങ എടുക്കാം. അതിൽ വലിക്ക് എങ്ങനെ ഉണ്ടെന്ന് മധുരം നോക്കാം നമുക്ക്. ഇതിമേ കയറിയിരുന്ന മാവുമെന്ന് മാങ്ങ പൊട്ടിക്കാൻ പോകുക കേട്ടോ. ബനാന തന്നെ എടുക്കണത്. പഴുത്തത് ഇവിടെ ഉണ്ട്. ഇതാ പഴുത്തത് ഇവിടെ ഉണ്ട്, അവിടെ ഒക്കെ ഉണ്ട്. ഇനിയും ഉണ്ട്. ഇത് അവിടെ ഉണ്ട്. ഇതാ അവിടെ ഉണ്ട്, ഇവിടെ വീണിട്ടുണ്ട്, പഴുത്ത് വീണു. നല്ല പഴുത്തെടുക്കാനല്ലേ. ഇതൊക്കെ ഇത് ചാടിക്കെടുക്കുകയാണ്. അതാ അല്ല, അത് മുഴുവൻ പോകുന്നു. ഇതാ ഒന്ന് ഇതാ ഇവിടെ അവിടെ വീണ് ഇറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത് മറ്റേ വലിയ മാങ്ങ ബനാന മാങ്ങയാണ് റിവ്യൂ ചെയ്യാൻ പോണത്. അതായത് മാങ്ങൻ്റെ വലിപ്പമാണിത്, ബനാന. ഇതൊക്കെ ബനാന. ഇനി അടുത്തത് ഇതാണ് നാംഡോക്കുമായി ഒറിജിനൽ ഗോൾഡ്. അതാ നിൽക്കണ്. ഇനി മാങ്ങ തഞ്ഞു കഴിയുമ്പോൾ നിൽക്കണ്. നാംഡോക്കുമായി ഗോൾഡ്, അതൊക്കെ മദർ പ്ലാന്റ് ആണ്. ഇനി അടുത്തത് ഇതാണ് ഇപ്പം ഒരു വിവാദമായ മാങ്ങ തന്നെയാണ്, ഗോലക്ക് എന്ന് പറഞ്ഞ മാങ്ങ. ഇത് പഴുത്തതാണ്. ഗോലക്ക് എന്ന് പറഞ്ഞ മാങ്ങ. അതായത് ചിലർ വെള്ളരി മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഗോലക്ക്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇപ്പം പറയാം. നമ്മളെ സുഹൃത്തുക്കളും ഉണ്ട്, നമ്മൾ മാത്രം പറഞ്ഞു എന്നുള്ളത് വേണ്ട. ഇതാണ് ചക്കരക്കുട്ടി. ഇത് നാടൻ മാങ്ങ. ആ കാണുന്ന മൂച്ചിമ്മ കൊന്നാട് പിടിച്ചോ, ആ കാണുന്നു. ഇതിന്റെ തൈകളുണ്ട്. ഉണ്ട്, ഒറിജിനൽ തൈകളുണ്ട്. അത് ആരുണ്ട്, പക്ഷെ അപാര മധുരമാണ്. അപാര മധുരം. ഇതാ മധുരമുള്ള എടുത്തോളൂ. അങ്ങനെ കഴിക്കണം. തൊലി അടക്കം കഴിക്കും ചെയ്താ. നമ്മളെ പണ്ട നാടൻ മാങ്ങയും കോമാങ്ങന്റെയും രണ്ടിന്റെയും കൂടി ഒരു സങ്കര പറഞ്ഞു. അടിപൊളി. രണ്ടും തോലടക്കം നിന്നാണല്ലോ, ഭയങ്കര ഇഷ്ടം. അതായത് ചക്കരക്കുട്ടി. ഇതിന്റെ പേരാണ് ചക്കരക്കുട്ടി. ചക്കരയാണ്. അതാ മാങ്ങ അതായ്മ നിറച്ച് നിൽക്കണ്. അതിന്റെ മേലെ മാങ്ങന്റെ ഭാരം കൊണ്ട് അതിന്റെ മൂച്ചിന്റെ മാവിന്റെ മോൾ ഭാഗം പൊട്ടി വീണ് കീപ്പെട്ട്. അതൊരു 20 വർഷം 22 വർഷമൊക്കെ കഴിക്കുന്നു. ഉണ്ട്. ഇതിപ്പോ നിങ്ങൾ കഴിച്ചു ചക്കരക്കുട്ടി. ഇതാണ് ഒറിജിനൽ ചക്കരക്കുട്ടി. ചക്കരക്കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ കുറെ തൈകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ചക്കരക്കുട്ടി 100% അല്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. പക്ഷെ ഇത് നിങ്ങൾ കഴിച്ചപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ലേ, എനിക്കിതിന്റെ പ്രത്യേകത ഒന്നെന്ന് വെച്ചാൽ ചില അധിക ഫാമുകൾ നമ്മൾ പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് മാങ്ങ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി കുഴിച്ചിടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടല്ലോ. നിങ്ങൾ പറയണമെന്ന് നമ്മൾ കാര്യമൊക്കെ എടുക്കുന്നില്ല. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ വന്നു. കോഴിക്കോട് നിന്ന് വന്നാണല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങളെ ഒരു വിശ്വാസം ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു, അറിഞ്ഞ് അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കൊരു കുഴപ്പമില്ല. എന്തായാലും ഈ സാധനം ആളുകൾക്ക് ഒന്നുമല്ല, നമ്പർ 1 സാധനം. എന്തായാലും ഇത് ഞാൻ പേര് നിങ്ങൾ പലതും ഇട്ടു, പക്ഷെ ഈ സാധനം അടിപൊളിയാണ്. മാങ്ങ നൽകുന്നത് അടിപൊളി. പേരിലല്ല കാര്യം. അല്ല, ആളുകൾക്ക് പേര് മാങ്ങക്ക് 8, 5, 6 ഒക്കെ പേരുകളുണ്ട്. ഓരോ മാങ്ങക്കും പേരിലല്ല കാര്യം. അത് കഴിച്ചു നോക്കിയിട്ട് മൂപ്പര് പറഞ്ഞാൽ സത്യം. ഈ പേരിലോ അല്ലെങ്കിൽ ഫാമുകളിലോ അല്ല കാര്യം. മൂപ്പര് ഇവിടെ വന്ന് കഴിച്ചു നോക്കാനുള്ള ഒരു സാഹചര്യം ഇവിടുന്ന് കിട്ടി. അനുഭവിച്ചിട്ട് എടുക്കുകയാണ്. അത് അനുഭവിച്ച് അറിഞ്ഞിട്ടാണ് ഒരു ഞങ്ങൾ പറഞ്ഞ വിശ്വസിക്കും വേണ്ട, വരാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം, കഴിച്ചു നോക്കിയിട്ട് ഉണ്ടായാൽ മതി. അതൊന്നും ഞാൻ വെറുതെ പറയുന്ന സംഗതിയല്ല, അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് പറയുന്നത്. മൂപ്പര് ഇപ്പൊ നമ്മളെ വീട്ടുകാരനൊന്നും അല്ല, നമ്മളൊരു സുഹൃത്താണ്, കോഴിക്കോട് നിന്ന് വന്നതാണ്. ഇനിയിപ്പോ നമ്മൾ അടുത്തത് കട്ട് ചെയ്യാൻ പോണത് ബനാന മാങ്ങ. എന്താ ഇതാ ഇങ്ങനെ കത്തി പോകണ വണ്ടിയില്ലേ.
ഇതാ സീഡിനെ കുറിച്ച് ചോദിക്കുകയേ വേണ്ട. നമ്മള് കൊറേ തവണ പറഞ്ഞു, ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണിത്. വളരെ സീഡ് ഇതിലും പുഴുവിന്റെ ഒന്നുമില്ല. അതാണ് അതൊരു വലിയൊരു ഇനി പുഴുവിന്റെ അല്ല, നിങ്ങൾ ഇതൊന്ന് സാധാരണ ഇത് പുഴു അങ്ങനെ ഉണ്ടാവില്ല. മാങ്ങ പുഴുവിന്റെ അല്ല. ഇതാ ഒന്ന് കഴിക്കി, തൊലി ഒഴിവാക്കിട്ട് കഴിക്കുക, തൊലി അടക്കം കഴിക്കുക. എങ്ങനെയുണ്ട് മധുരം? ഒന്നിനൊന്നും വെച്ചല്ലേ. ഭേദം ഞാൻ വാങ്ങണ്ടേന്നല്ലേ. ഇനിയിപ്പോ ഓരോന്നിനല്ലേ എല്ലാം ഓരോ ഇനി അപ്പൊ ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് വലിയ മാങ്ങ വേണോ അതുണ്ട്, ഏറ്റവും ചെറുത് വേണോ ചക്കരക്കുട്ടി വേണോ അതുണ്ട്, ഇനി മീഡിയം സൈസ് വേണോ ബനാന വേണോ അതുണ്ട്, ഇനി അതല്ല നിങ്ങൾക്ക് ഗോലക്ക് വേണോ ഗോലക്ക് വേണമെങ്കിൽ അതും ഉണ്ട്. ഇതാണ് വെള്ളരി മാങ്ങ എന്ന് പറഞ്ഞത്. ഇനി അതല്ല നിങ്ങൾക്ക് നാംഡോക്കുമായി ഗോൾഡ് വേണോ അതും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഹോങ്ഷാങ്ങിയ വേണോ അതും ഉണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ട്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ മാങ്ങയൊക്കെ കാണണമെങ്കിൽ തായ്ലാന്റ് പോകണം. തായ്ലാന്റ് മലേഷ്യ ഈ സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ മാങ്ങകൾ ഉണ്ടായത്. അപ്പൊ തായ്ലാന്റ് പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. അവിടുത്തെ ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കേരളത്തിൽ ഇതേമാതിരി ടേസ്റ്റ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞ കേരളത്തിൽ ഇങ്ങനത്തെ ടേസ്റ്റ് കിട്ടുമെന്ന് കരുതിയിട്ടില്ല. പക്ഷെ തായ്ലൻഡിലുള്ള അതേ മാങ്ങനെ ടേസ്റ്റ് തന്നെ ഇവിടെയും കിട്ടുന്നത്. ഇത് കിട്ടുന്നത് ഇനി കഴിക്കാൻ തായ്ലൻഡ് പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാലോ. അതേ ടേസ്റ്റ് മൂപ്പര് പറഞ്ഞത്. ഇപ്പോ തായ്ലൻഡിൽ അതേ ടേസ്റ്റ് മാങ്ങ ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഞാൻ തായ്ലൻഡിൽ പോയിട്ടില്ല, എനിക്കറിയില്ല. മൂപ്പര് പോയ ആളാണ്, അനുഭവങ്ങളാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ തായ്ലൻഡിൻ്റെ പ്രധാന മാങ്ങ തന്നെയാണ് ഇപ്പോൾ ഇത്. നാംഡോക്കുമായി ഗോൾഡ് എന്ന് പറഞ്ഞ മാങ്ങ. ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് പലരും ഗ്രീനൊക്കെ കൊടുക്കലുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ ഗോൾഡ് തന്നെയാണ്. അതിമ്മ മാങ്ങ അതാ നിൽക്കുന്നത്. പിന്നെ ഇതാ ഇനി ഇത് ഗോൾഡ് കട്ട് ചെയ്തിട്ട് ഓൽക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ അത് തായ്ലൻഡിൻ്റെ ടേസ്റ്റ് ആണോന്ന് അതൊന്ന് പറയട്ടെ വലിയ. ഓക്കെ, നമ്മൾ പറഞ്ഞില്ല. എന്താ കട്ട് ചെയ്യാനുള്ള സുഖമാണ് മനസ്സിലായി. ഇതൊക്കെ ഞാനിതിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പുഴു വരാത്ത മാങ്ങയാണ്. ഇത് തൊലി കട്ടിയുണ്ട്. മാത്രമല്ല നമുക്ക് വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റിയ മാങ്ങയിൽപ്പെട്ട വെറൈറ്റികളാണ് നാംഡോക്കുമായി, ബനാന മാവ്, കാട്ടിമൂണ്, ഗോലക്ക്, അമേരിക്ക റെഡ് പാൾമർ, റെഡ് ഡ്രാഗൺ, ക്യൂ സാംറോഡ്, ജൈൻറ്റ് ഐവറി, ആട്ടു ഈറ്റു, ബ്രൂണെ കിങ്, സൂപ്പർ ക്യൂന്, പിന്നെ ഹോങ് ഷാങ്ങിയ, കിങ് ഓഫ് ചക്കപ്പത്ത്, ഇപ്പം പറഞ്ഞ ഈ വലിയ മാങ്ങ, തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞത്, വല്യപ്പാൻ്റെ മാങ്ങ എന്ന് പറഞ്ഞത് ആ മാങ്ങ. അതേമാതിരി ഞങ്ങൾ പേരറിയാത്തൊരു മാങ്ങ ഇപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിമുണ്ട് അതിൻ്റെ ആ മാങ്ങയും. അപ്പോൾ ഇത് ഇനി വലിക്കൊന്ന് കൊടുക്കുക, നമ്മൾ കഴിച്ചിട്ട് നമുക്ക്. എനിക്കിതിനൊരു അഭിപ്രായം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ തൊള്ളേ കൊള്ളാത്ത പേരാ പറയും. നാടൻ ഒരു പേരൊക്കെ ഇതിന് ഇടുന്നത് നല്ലതാണ്. പറ്റൂല, നമ്മളെ കേരളത്തിലാണല്ലോ ഉണ്ടാണ്. അതുകൊണ്ട് ഇത് വിദേശ മാങ്ങകളാണ്. നമ്മളെ നാടൻ മാങ്ങകളിൽ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയട്ടെ. നാടൻ മാങ്ങകൾ എല്ലാവരും പറയും നല്ലതാണ്, സംഭവം ശരി തന്നെയാണ്, നല്ല ടേസ്റ്റും മധുരമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ വരുന്ന ഒരു 99% വരുന്ന ഒരു പ്രശ്നം പുഴു വരുന്നുണ്ട്. എനിക്ക് അനുഭവമാണെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. 99% പുഴു വരുന്ന മാങ്ങകളാണ്. കാലാപ്പാടി, കൊളമ്പ്, ഞാൻ പുഴു വരാത്ത ഒരു മാങ്ങ കണ്ടത് കാലാപ്പാടി, കൊളമ്പ്, പിന്നെ നമ്മളെ ആപ്പൂസ്, അൽഫോൺസ, ഇത് മാത്രമേ ഞാൻ പുഴു വരാത്ത കണ്ടിട്ടുള്ളൂ. ഞാൻ ഇവിടെ പിന്നെ ജഹാംഗീർ എന്ന് പറഞ്ഞൊരു മാങ്ങ ഉണ്ടായിരുന്നു, 2 കിലോൻ്റെ അടുത്ത് ഇവിടെ കായ്ച്ചിരുന്ന അതിന്മേ. ഞങ്ങൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ പുഴു അല്ലാത്തത് അതിൽ വേറെ ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, നിറച്ച് പുഴു തന്നെയാണ്. ഹിമാപസന്ത്, നാസിപസന്ത്. ഈ ഹിമാപസന്ത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ നല്ല വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷേ കട്ട് ചെയ്തപ്പോൾ അതിൽ പുഴുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇഷ്ടപ്പെടാത്തത്. ഞാൻ ഇഷ്ടപ്പെടാത്തത്, എല്ലാവരും ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണ് ഈ തായ്ലൻഡ് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്നതും. ഇത് ഇനിയിപ്പോൾ അതാ നാംഡോക്കുമായി ഗോൾഡ് നിങ്ങളൊന്ന് കഴിച്ചാണ്. ഇതാ ചെറിയ കഷ്ണം, അതാ ഒന്ന് വലിയ കഷ്ണം തന്നെ കഴിച്ചോളി, ചെറുതൊന്നും ആക്കണ്ട. മാങ്ങ തിന്ന് മടുക്കാണ്. എങ്ങനെയുണ്ട് മധുരം? വേറെ ടേസ്റ്റ് അതന്നെ, നല്ല മധുരം. അതാണ് ഇഷ്ടപ്പെടുന്നത്. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മധുരം കൂടുതലാണ്. ഇത് കുട്ടികൾ നല്ല എല്ലാവരും ഇഷ്ടപ്പെടും മധുരം. ഞാൻ പിന്നെ ഷുഗർ ഉള്ളവർ ഉണ്ട്, നിങ്ങൾക്ക് എടുത്തില്ല, അതുണ്ട്. മൂപ്പര് അത് ഓർഡർ ചെയ്തിക്കണ്. ഇനി ചോദിക്കണ്ട. പിന്നെ ഇനി അടുത്തത് നിങ്ങൾക്ക് മാങ്ങ നിന്ന് മടുക്കൂട്ടാ. ഇനി അടുത്തത് നമ്മളെ വെള്ളരി മാങ്ങ, ഗോലക്ക് എന്നൊക്കെ പറഞ്ഞ മാങ്ങ. ഇത് പുറത്ത് പച്ച കളർ തന്നെയാണ്. പുറത്ത് ടേസ്റ്റിൽ മാറ്റങ്ങളുണ്ട്. അവിടെ ഈ പച്ച കളർ പഴുത്ത തന്നെയാണത്. ഇത് പഴുത്തതാണ്, ഇത് പഴുത്തതാണ്. പക്ഷെ കളറ് ഇത് കവർ ഇട്ട് കഴിഞ്ഞാല്
കളറ് ഈ യെല്ലോ കളറാവും. കവർ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളിത് കവർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യം കവർ ഇടാത്തതിൻ്റെ കാരണം ആദ്യം കവർ ഇട്ടപ്പോൾ അതിൽ ഒരു വെള്ള പൊടി മാതിരി വന്നിരുന്നു, ഒരു പൂപ്പല്. അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിൽ വെള്ളം നിന്നിട്ട് വന്നതാണ്. അപ്പോൾ ആ കവറൊക്കെ ഒഴിവാക്കി. അതുകൊണ്ടാണ് പച്ച കളറിനായത്. ഇവിടെ മഞ്ഞ കയറി വരണുണ്ട്. ഇതുണ്ട്, മഞ്ഞ കയറി വരണുണ്ട്. പക്ഷെ നല്ലോണം പഴുത്തിട്ടില്ല കേട്ടോ, നല്ലോണം പഴുത്തിട്ടില്ല. എന്നാലും നമ്മൾ ഇവർക്കും വേണ്ടി ഒന്ന് കട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂടി ഒന്ന് അവർ പറയട്ടെ. അത്യാവശ്യം കുറച്ചൊക്കെ ആയിട്ടുള്ളൂ, നല്ല പഴുത്തിട്ടില്ല. ഈ ഭാഗം കുറച്ചും കൂടി പഴുത്തിട്ടുണ്ട്. ഇതും മാങ്ങ പോണത് അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യുമ്പോൾ. ഇതാണ് അണ്ടി, ഒരു ചെറിയ ഒരു കനല്ലാത്ത ഒരു അണ്ടി. അതാണ്. ഇതൊന്ന് കഴിച്ചു നോക്കി. ഇനി ഇതും കൂടി കത്തി വെക്കുമ്പോഴാണ് പോകുന്നുണ്ട്. അടിപൊളി. മറ്റേനാണ് ടേസ്റ്റ്. അപ്പൊ ഒന്നിനൊന്ന് മെച്ചാ. ഞാൻ കൺഫ്യൂഷൻ ആയി ഏതാ എടുക്കാന്നുള്ളത്. ഇതിപ്പോ ഏതാ എടുക്കാന്നുള്ളത് രഞ്ജിത്ത് കഴിച്ചു നോക്ക്. ഒന്ന് കഴിച്ചു നോക്കാണ് അല്ലേ? അടിപൊളി. നിങ്ങൾ പഴുത്തില്ല എന്നൊക്കെ പറഞ്ഞു. പഴുത്താലും ഈ കോലത്തിൽ ഇത്ര ടേസ്റ്റ്. അല്ല, അത് പച്ച മാങ്ങയാണ്. നല്ല മധുരാവും. പിടുത്തം വിടും. അത് പച്ച മാങ്ങയാണിത്. ഇതായത് മരത് നിക്കണ്. ഈ മരാണ് നിക്കണത്. ഇതിന്റെ അപ്പുറത്തുള്ളത് ഈ മരം. ഇതാണ് വെള്ളരി മാങ്ങ, ഗോലക്ക് എന്നൊക്കെ പറഞ്ഞത് മാങ്ങയാണിത്. പിന്നെ ഇത് നാംഡോക്കുമായി മുൻ എന്ന് പറഞ്ഞ വെറൈറ്റി വേറെ ഉണ്ട്. മുന്നും മണ്ണും ഒക്കെ പറയും ആളുകൾ. അത് വേറെ. ഇത് വെള്ളരി മാങ്ങ. ഇതാണ് ഇതിന്റെ ടേസ്റ്റ്. ഇതല്ല വെള്ളരി മാങ്ങ. ഇത് വെള്ളരി മാങ്ങ, ഗോലക്ക് എന്ന് പറയും. ഇതിന്റെ തൈ എനിക്ക് എന്തായാലും വേണം. ബനാന. പിന്നെ നാംഡോക്കുമായി ഗോൾഡ്. നമുക്ക് അടുത്ത ഇത് ഒന്നിനൊന്നും വെച്ചാ ഏതാ എല്ലാം കൂടി കൊണ്ടോണ്ടിരുന്ന എനിക്ക് തോന്നുന്നപ്പോ ഓട്ടോ വിളിച്ച് കൊണ്ടോണ്ടിരുന്ന എനിക്ക് തോന്നുന്നേ. ഓരോന്ന് ടേസ്റ്റ് ചെയ്യുമ്പോഴല്ലേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് പൊട്ടിക്കാം. ഇനിയിപ്പോ നമ്മളെ പേരറിയാത്ത നമ്മളെ സ്വന്തം മാങ്ങ അങ്ങനെ തന്നെ പറയാം. ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും ഞങ്ങളെ സ്വന്തം മാങ്ങ തന്നെയാണ്. അതിൽ അത് കുഴപ്പമില്ല. തോട്ടിയൊക്കെ നീട്ടി പിടിച്ച് പൊട്ടിക്കുകയാണ്. എവിടെ ഇപ്പൊ പഴുത്തത് അതിന്റെ മേലെ എവിടെ കണ്ടല്ലോ. അല്ല, ഇതിൽ കൂടി പോണം. തോട്ടി ഇതിൽ കൂടി പോയാൽ റൂട്ട് ഇങ്ങനെയാണ്. നിലത്ത് നിന്ന് പൊട്ടിക്കാൻ പറ്റുന്ന തോട്ടിയാണ്. ഇത് 2 വർഷമായിട്ടുള്ളൂ. ഇതൊരു മാങ്ങ എത്ര ഉണ്ടെന്ന് നോക്കും. ഒരു 1.5 കിലോ ഉണ്ടാവും. ഇല്ല, 1 കിലോന്റെ മേലെ അടുത്തുണ്ടാവും. അതിൽ വലുതും ഉണ്ടായില്ല. കാണിച്ചാ ഒന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഈ താഴത്തെ ഈ ലൈറ്റിന്റെ മുകളിൽ ആയിനോ അത് ഇവിടെ പഴുത്തത് നിന്ന് മേലെ അത് നിൽക്കും. ഇത് പേരറിയില്ല. ഇത് പേരിട്ടിട്ടില്ല. സ്വന്തം മാങ്ങ. മൂപ്പര് സ്വന്തം മാങ്ങ. ഇതിന് പേരിട്ടിട്ടില്ല. സൂപ്പർ മാങ്ങ. ഇതിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കി നിങ്ങള്. ഇതിന്റെ പേരെന്താണ്? നാംഡോക്കുമായി ഗോൾഡ്. അതാണ്. ഒരു പിന്നെ എത്രയും അതിന് പറയാ, ഒരു ചെറിയ ഒരു കത്തിന്റെ കനം അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് ഞങ്ങൾ വെള്ളരി മാങ്ങ എന്ന് പറയും. അതായത് ഗോലക്ക് എന്ന് പറയും. അപ്പൊ നമ്മള് ശംശീർക്ക കഴിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് വെള്ളരി മാങ്ങ. വെള്ളരി മാങ്ങ ഗോലക്ക്. ഇനി ഇതൊന്നും രണ്ടും കൂടി ഒക്കെ കൂടി കൺഫ്യൂഷൻ ആവും. ഇതൊന്നും എല്ലാം കൂടി അതുകൊണ്ട് കിട്ടൂല. തൊലി കഴിക്കണം എന്നില്ല, കഴിക്കണമെങ്കിൽ കഴിക്കാം. ഒന്ന് കഴിച്ചോ കളി. 3 ടെസ്റ്റാ. അതെ, അതന്നെ. ഇനി നമുക്ക് അടുത്തത് ഇനി നമ്മള് 1.25 കിലോ അല്ല 1 കിലോ 100 1 കിലോനും 100 ഉള്ള മാങ്ങ കട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങോട്ട് കയറിക്ക്. ഇത് ഇന്ത്യൻ സാധനം. ഇങ്ങോട്ട് കയറി. ഇത് ഇന്ത്യയാണ്. ഇത് ഓൺ പ്രൊഡക്ഷൻ ആണ്. ഇത് വിദേശിയല്ല, ഇത് ഇന്ത്യയാണ്. വരും മക്കളെന്താ അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരി. ഇന്ത്യൻ നിർമ്മിതാണ് അല്ലേ? ഇത് ഇന്ത്യൻ നിർമ്മിതാണ്. മാത്രമല്ല ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്കത് പറയാല്ല. ഇപ്പൊ നിങ്ങൾ കഴിച്ചിരുന്നു വിദേശ മാങ്ങയാണോ ടേസ്റ്റ്, ഇന്ത്യൻ മാങ്ങയാണോ ടേസ്റ്റ്, ഇതിപ്പോ നിങ്ങൾ പറയണം. വിദേശി കഴിച്ചിട്ടില്ലല്ലോ. അല്ല, അതാ അതിന്റെ കളറ് ഫസ്റ്റ് കഴിച്ചതൊക്കെ
ആ ഇതുവരെ കഴിച്ചത് വിദേശിയാണ്. വിദേശിയാണ്, ആ. ഇനി കഴിക്കാൻ പോകുന്നത് ഇന്ത്യൻ മാങ്ങ, മാങ്ങ. മേഡിയൻ പട്ടർക്കാവ്. പട്ടക്കാവ്. ഇതാ നീ കൽപ്പഞ്ചേരിക്കാരനെ കഴിക്കാൻ പോകുന്നു. ഒരു കോഴിക്കോട്ടായിരുന്നു അല്ലേ? ഒരു കോഴിക്കോട്ടുകാർ ഒരു കൽപ്പഞ്ചേരിക്കാരൻ മീഡിയം പട്ടർക്കാവ് മാങ്ങ കഴിക്കുകയാണ്. ഇതാ ഇതാ ഇതാണ് ഉൾഭാഗം. ഓക്കെ, അണ്ടി കുറവാണ്, വളരെ കുറവ്. ഇതാ ഇനി ഇതൊന്ന് കഴിക്കും. ഇതിങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കണോ അതോ ഇങ്ങനെ വെട്ടിയാ പോരെ? അതാ ചെറുതായി പോയി. അത് കുഴപ്പമില്ല. എന്നടി വരി വരി വരി. ഇതാ അത് അവിടെ എവിടെയെങ്കിലും ഇട്ടാൽ മതി നിങ്ങൾ. എൻ്റെ വീടിലെടുത്തോ. ഇന്ത്യ ആണോ നമ്മളാണോ ഏതാ വിദേശിയാണോ നല്ലതെന്നുള്ളത് രഞ്ജിത്ത് ഒരു കഷ്ണം കഴിക്ക്. തൊലി അടക്കം കഴിക്കതിട്ടാ, തൊലി അടക്കം തൊലി ഇല്ല. ആ അതാണ് ഇതിന്റെ പ്രത്യേകത. എങ്ങനെയുണ്ട്? തൊലിയില്ല, കണ്ടാ തൊലിയുണ്ട് പക്ഷെ സാധനമില്ല, തൊലി ഇല്ല. 1 കിലോനും 100. ഇത് എത്ര വർഷം നിങ്ങൾ ഇവിടെ ആയിട്ട്? ഇത് ഞങ്ങൾ നട്ടിട്ട് ഒരു 15 വർഷം കഴിഞ്ഞു. ഫസ്റ്റിൽ അതായിരിക്കും അല്ല, 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ കഴിക്കുന്നത്. അല്ല, ഈ മൂച്ചാണ് ഫസ്റ്റ് ഉണ്ടാക്കി ഞങ്ങള്? അല്ലല്ല, അതിന്റെ മുമ്പ് വേറെ എടുക്കണ്ട. അത് 22 കൊല്ലം കഴിക്കണം. ഇപ്പൊ ഈ ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ മാങ്ങതാ. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കി. ഇനിയിപ്പോ നാടൻ മാങ്ങ പറഞ്ഞല്ലോ, ഈ ചക്കരക്കുട്ടി ഇത് ഇങ്ങനെ തന്നെ അങ്ങനെ കടിച്ചു കഴിച്ചു നോക്കി. അങ്ങനെ തന്നെ കടിച്ചോളി, തൊലി അടക്കം കടിച്ചോളി. എങ്ങനെയുണ്ട്? സാറാണ്. അല്ല ഇതെല്ലാം ഇപ്പൊ അവിടെ വീണ് അല്ല അതൊക്കെ കൂടി കഴിയും. ആ കൺഫ്യൂഷൻ ആയിക്കണ പോ. ഇതെല്ലാം കൂടി നമ്മള് ഈ കടുമാങ്ങല്ലോ ഇതെല്ലാം കൂടി കഴിച്ചപ്പോ ആ കൺഫ്യൂഷൻ ആയിക്കണ്. അതാണ് ഇപ്പൊ ഇത് ഞങ്ങൾ ഇവിടെ ഞങ്ങളെ വീട്ടിൽ നിന്ന് മാത്രം, പുറത്തുനിന്ന് ഇവിടുന്ന് കൊടുന്നതല്ല, ഇവിടെ കണ്ടതാണ്. ഇപ്പൊ എല്ലാവരും കട്ട് ചെയ്തെടുത്ത്, നമ്മളെ ഈ ആൾക്കാരൊക്കെ സാക്ഷിയാണ്. ഇവിടുന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഞങ്ങൾ തന്ന റിവ്യൂ ആണ് ഇപ്പോൾ ഇതൊക്കെ. ഒന്ന് ബനാന മാവ്, ഒന്ന് ഗോലക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളരി മാങ്ങ എന്ന് പറഞ്ഞ്, പിന്നെ ഒന്ന് നാംഡോക്കുമായി ഗോൾഡ്, പിന്നെ ഒന്ന് ഞങ്ങളെ സ്വന്തം പേരറിയാത്ത മാങ്ങ, പിന്നെ ഒന്ന് ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ മാങ്ങ, മേഡ് ഇൻ ഇന്ത്യ, ഒന്ന് ചക്കരക്കുട്ടി എന്ന് പറഞ്ഞ മാങ്ങ, പിന്നെ ഇപ്പോൾ എന്താ നമ്മൾ റിവ്യൂ ചെയ്തത് മറന്ന്. പിന്നെ നമ്മളെ മെയിൻ മാങ്ങ വല്യപ്പാൻ്റെ മാങ്ങ, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ മാങ്ങ 4 കിലോ ഉണ്ടെന്ന് പറഞ്ഞത്, അത് 2.5 കിലോനേ ഉള്ളൂ. അതും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇതൊക്കെ ഇവിടുന്ന് എടുത്തുണ്ടാക്കി. ഇതിൻ്റെ ഒക്കെ തൈകൾ വേണ്ടവർ, ജെന്യുവനായ തൈകൾ വേണ്ടവർ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ വന്നാൽ തൈകൾ കിട്ടും. പക്ഷെ ഞങ്ങൾ ഡെലിവറി കൊറിയർ ഒന്നുമില്ല. ഇവിടെ വന്നാൽ മാത്രമേ തൈകൾ കിട്ടുള്ളൂ. വന്നിട്ട് ഇതേ മോഡൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആളുകൾക്ക് തൈകൾ കൊണ്ടുപോകാം.